63 നിന്ന് പെട്ടെന്ന് തന്നെ 66ലേക്ക് കണക്കെത്തുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേരത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്, കൃത്യമായിട്ടുള്ള ബോഡി കണ്ടെത്തിയവരുടെ കണക്കുകൾ മാത്രമാണ് ഈ പറയുന്നത് എന്നുള്ളത്. അത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എത്രമാത്രം ഭയങ്കരമാണ് എന്നുള്ളത് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആകാശ ദൃശ്യത്തിൽ കാണുക ഏക്കർ കണക്കിന് ഇടം അത് ആ കുത്തൊലിച്ചു പോയ ഭൂമിയിൽ ഇല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ക്യാമ്പുകളാണ് ആകെ തുറന്നിട്ടുള്ളത്. ഹോസ്പിറ്റലുകൾ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൽപ്പറ്റ, അവിടെ 12 പരിക്കേറ്റ 12 പേരുണ്ട്. വിംസിൽ 8 പേരുടെ മൃതദേഹങ്ങളുണ്ട്. 77 പേരാണ് അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. മേപ്പാടി ഹെൽത്ത് സെൻ്ററിൽ 27 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. വൈത്തിരിയിൽ ഒരു മരണം. ബത്തേരി ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ അവിടെ 35 മൃതദേഹങ്ങൾ. ഇങ്ങനെ 66 മരണങ്ങളാണ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 116 പേർക്കാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഇത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആകാശ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം ഭയങ്കരമായിട്ടുള്ള ഉരുൾപൊട്ടലാണ്, എത്രമാത്രം ഭീതിതമാണ് അവിടുത്തെ സാഹചര്യമെന്ന്. വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാട്, വിറങ്ങലിച്ച് നിൽക്കുകയാണ് മുണ്ടക്കൈയും ഒപ്പം ചൂരൽമലയും. ഷബീർ തുടരുന്നുണ്ട് എന്നാണ് റൈറ്റ്. ഓക്കെ ശരി. ഡിഫൻസ് PRO ഇപ്പോൾ അതുൽ പിള്ള നമ്മളൊപ്പം ചേരുന്നുണ്ട്. സർ, മറ്റൊരു ദുരന്തത്തെ നേരിടുകയാണല്ലോ നമ്മൾ മലയാളികൾ. വീണ്ടും താങ്കളെ ബന്ധപ്പെടുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ് സങ്കടകരം. എങ്ങനെയാണ് അവിടേക്കുള്ള നീക്കങ്ങൾ അതുൽ സർ? രാവിലെ ഇൻഫർമേഷൻ കിട്ടുമ്പം ഇന്ത്യൻ ആർമി ഓൾ 3 ഫോഴ്സസ് അവർ ആക്ടിവേറ്റ് ആയിട്ട്, അപ്പൊ ഇന്ത്യൻ ആർമിയുടെ ഒരു 200 men, അപ്രോക്സിമേറ്റ് 200 men അങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. ഈ 200 പേര് DSC സെന്റർ കണ്ണൂരിൽ നിന്നും പിന്നെ കോഴിക്കോടുള്ള 122 TA ബറ്റാലിയനിൽ നിന്ന് അങ്ങോട്ട് ഡിസ്പാച്ച് അയക്കുന്നു. ഈ ഗ്രൂപ്പിനകത്ത് തന്നെ മെഡിക്കൽ ടീമും ഇൻവോൾവ് അവരും ഇതിനകത്തുണ്ട് ഈ ഗ്രൂപ്പിനകത്ത്. ഇതല്ലാതെ നേവിയുടെ ഒരു 30 അപ്രോക്സിമേറ്റ് 30 സ്പെഷ്യലിസ്റ്റ് സ്വിമേഴ്സിന്റെ കൂടെ ഒരു ടീം, അത് INS ജമോറി നേവൽ അക്കാഡമിയുടെ അകത്തുള്ള ഒരു INS ജമോറി എന്ന് പറഞ്ഞ നേവൽ ബേസിൽ നിന്ന് അവരും അങ്ങോട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. ഇതല്ലാതെ ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് സുലൂർ സ്റ്റേഷനിൽ നിന്ന് ഡിസ്പാച്ച് ആയിരുന്നു രാവിലെ. അതായിട്ട് ബിക്കോസ് ഓഫ് നിങ്ങൾക്കറിയാലോ അഡ്വാൻസ് വെതർ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ INS ഗരുഡ നേവിയുടെ എയർഫോഴ്സ് സ്റ്റേഷൻ കൊച്ചിയിലുള്ള അവിടെയും എയർക്രാഫ്റ്റ് സ്റ്റാൻഡ് ബൈ ഒരു ഫേവറബിൾ വെതർ കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ അവിടുന്ന് ഡിസ്പാച്ച് ആവും. ഓക്കെ. ഈ റിവർ ക്രോസ് ചെയ്യുക എന്നുള്ളത് വലിയ ദൗത്യമുണ്ട് സർ. അത് എങ്ങനെയാണ്? നേവിയുടെ റിവർ ക്രോസിംഗ് ഒരു യൂണിറ്റ് അവിടെ എത്തുന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് ആർമിയുടെ ഒരു ചാർട്ടർ, ആർമിയുടെ ഒരു ബ്രിഡ്ജിംഗ് എക്യുപ്മെന്റ്സ്. ആ ബ്രിഡ്ജിംഗ് എക്യുപ്മെന്റ്സ് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ്, അവരെ മദ്രാസ് ആപ്പേഴ്സ് വരെ അതൊരു എഞ്ചിനീയർ ഗ്രൂപ്പ്, കോർ ഓഫ് എഞ്ചിനീയർ ഇന്ത്യൻ ആർമിയുടെ ഉണ്ടെന്ന്. അവിടെ നിന്നും പിന്നെ ഡൽഹിയിൽ നിന്നും ഈ ബ്രിഡ്ജിംഗ് എക്യുപ്മെന്റ്സ് എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു കറക്റ്റ് ഒരു എക്സാക്ട് ഇത് വരുമ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യാം. അതല്ലാതെ വേറൊരു കാര്യങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ആർമി യൂണിറ്റും സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുക. അവരെയും എയർലിഫ്റ്റ് ചെയ്ത് കാലിക്കറ്റിലോട്ട് കൊണ്ടുപോകാനുള്ള അതും നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ കൂടുതൽ യൂണിറ്റ് ഇനിയും വിടുവാൻ ശ്രമിക്കുന്നുണ്ടോ? യൂണിറ്റ്സ് ആസ് ഓൺ റിക്വയർഡ് ബേസിസിൽ വിടും. ഓൾറെഡി ഓൾ ഇന്ത്യ ആർമി നേവി എയർഫോഴ്സും സ്റ്റാൻഡ് ബൈ ഈ ഒരു എഫേർട്ടിന് വേണ്ടി ഹയസ്റ്റ് സ്റ്റേറ്റിലല്ലാതെ. ഓക്കെ. താങ്ക് യു സോ മച്ച് സാർ. ഡിഫൻസ് PRO അതുൽ പിള്ളയാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എന്നാലും വയനാടിനൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് മുഴുവൻ രാജ്യവും കേരളവും എല്ലാം. പ്രധാനമന്ത്രി അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വയനാട്ടിലേക്ക് ഉടൻ തന്നെ എത്തും, അങ്ങോട്ടേക്ക് തിരിക്കുമെന്നുള്ള വിവരവും വരുന്നു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായവും ലഭ്യമാകുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും
തമിഴ്നാടിൻ്റെ സഹായവും കേരളത്തിന് വാഗ്ദാനം ചെയ്യുന്നു. സാമ്പത്തിക സഹായത്തിനൊപ്പം തന്നെ SDRFൻ്റെ പ്രത്യേക ടീമിനെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തു നിന്നും സഹായഹസ്തങ്ങൾ നീളുന്നുണ്ട് കേരളത്തിലേക്ക് എന്നുള്ളതാണ്. വയനാട്ടിലേക്ക് അവിടെ ഒരു വലിയ ദുരന്തത്തെയാണ് നമ്മൾ നേരിടുന്നത്. വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കുക പ്രയാസകരമായിട്ടുള്ള ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന നിമിഷങ്ങളാണ്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈ ഭാഗത്തുമുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഇതിനോടകം 66 പേരുടെ ജീവനെടുത്ത മഹാദുരന്തമായി നിലനിൽക്കുന്നു. അതിൽ മരണനിരക്ക് ഇനിയും ഉയരുമെന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഔദ്യോഗികമായിട്ടുള്ള കണക്ക് മാത്രമാണ് ഈ പറയുന്ന 66. അതിനുമപ്പുറത്തേക്ക് ഈ കണക്കുകൾ ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം ആളുകളുടെ ജീവൻ നഷ്ടമായ ഒരു വലിയ ദുരന്തത്തെ നേരിടുകയാണ് കേരളം ഈ ദിവസത്തിൽ. വല്ലാത്ത ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നു, വല്ലാത്ത ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നു. മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആശങ്കയ്ക്കും അപ്പുറം എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള ചോദ്യമുണ്ട്. ഒരുപാട് പ്രേക്ഷകരാണ് നമ്മളെ ടെലിഫോൺ ലൈനിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിലേക്കായി വിളിക്കുന്നത്. അവർക്കൊക്കെ കൂടുതലും അറിയേണ്ടിയിരുന്നത് മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകളെ പറ്റിയാണ് അവർ ചോദിച്ചതും. പക്ഷേ അവിടത്തെ പറ്റിയാണെങ്കിൽ ഒരു വിവരവും ഇതുവരെ കാര്യമായി ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യവുമുണ്ട്. ആ പ്രേക്ഷകർക്കൊക്കെ അവരുടെ ബന്ധുക്കളിലേക്ക് എത്താൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ. എന്നാലും ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് നമ്മളും ആ വിവരങ്ങൾ പ്രേക്ഷകർ നൽകിയ വിവരങ്ങൾ കൈമാറുന്നുണ്ട്, പേര് വിവരങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവരിലേക്കൊക്കെ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്.